സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ ബിഗ് ബോസ് ഹൗസിൽ വന്ന് കണ്ടസ്റ്റൻസിനോട് പറഞ്ഞു എന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ജാസ്മിൻ്റെ ഫാദർ ജാഫർ ഇക്കയ്ക്ക് ബിഗ് ബോസിൻ്റെ വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അങ്ങനെ ലൈവിൽ ഗബ്രിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചതിനോ അല്ലെങ്കിൽ ജാസ്മിൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന മാല ഊരി വാങ്ങിയതിനോ ഗബ്രിയുടെ ഫോട്ടോ എടുത്തു മാറ്റിയതിനോ അങ്ങനെ ഒന്നുമല്ല ജാഫർ ഇക്കയ്ക്ക് വാണിംഗ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ സായിനോടും അഭിഷേകിനോടും ആ ഒരു ടീമിനോട് ജാഫർ ഇക്ക ഇങ്ങനെ ഇരുന്ന് പറയായിരുന്നു. പുറത്ത് അപ്സരയെ ജാസ്മിൻ അടിച്ചു എന്ന് പറഞ്ഞ് വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വലിയ വാർത്തയായിട്ട് പോകുന്ന ഒരു വിഷയമായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചില്ലല്ലോ, ഇത് വലിയൊരു വാർത്തയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഇങ്ങനെ ഇത് ചർച്ച ചെയ്യുന്നു എന്നുള്ള കാര്യം സായിയോടും അഭിഷേകിനോടൊക്കെ ആയിട്ട് ജാസ്മിൻ്റെ ഫാദർ ജാഫർക്ക് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ സമയത്താണ് ബിഗ് ബോസ് വിളിച്ചത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടസ്റ്റൻസിനോട് സംസാരിക്കാൻ പാടില്ല, ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ കാര്യങ്ങളാണ്, സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും കണ്ടസ്റ്റൻസിനോട് പറയാനായിട്ട് പാടില്ല, ഇത് അവസാന വാണിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് എന്താണ് ജാസ്മിൻ്റെ ഫാദറിനോട് ബിഗ് ബോസ് പറയാണ്. അതുപോലെ തന്നെ ജാസ്മിൻ്റെ ഫാദറിൻ്റെ കയ്യിൽ ഗബ്രിയുടെ ഫോട്ടോയും അതുപോലെ തന്നെ എന്താണ് ജാസ്മിൻ്റെ കഴുത്തിൽ നിന്ന് ഊരി വാങ്ങിയ ഗബ്രിയുടെ മാലയും ഉണ്ട്. അതൊക്കെ കൺഫഷൻ റൂമിൽ വെച്ചിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയിക്കോളൂ. സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ പുറത്ത് നടക്കുന്ന ഒരു കാര്യവും കണ്ടസ്റ്റൻസിനോട് പങ്കുവെക്കരുത് എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് ഇതാ വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് ജാഫറിനെ കയറ്റിവിട്ടിരിക്കുകയാണ്. ഇനിയും പല പല നാടകീയമായ രംഗങ്ങൾ ജാസ്മിൻ്റെ ഫാമിലിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്രയേറെ ജാസ്മിൻ പുറത്ത് ചർച്ചാ വിഷയമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്